സിനിമാ പ്രവർത്തക ശ്രീമതി ഭാഗ്യലക്ഷ്മി നമുക്കൊപ്പം ചേരുന്നു. ശ്രീമതി ഭാഗ്യലക്ഷ്മി, ബിൻസി അലോഷ്യസിന് ഒരു പരാതി വരിക, അത് ഏത് നടനായിരിക്കും എന്നുള്ളൊരു ചോദ്യം വന്നപ്പോൾ തന്നെ പലരും പറയുന്ന പേരുകൾ ഒന്നാണ് ഇപ്പോൾ ബിൻസി പരാതിയായി നൽകിയിരിക്കുന്നത്. ഷൈൻ ടോം ചാക്കോ തന്നെയാണ് എന്നുള്ള കാര്യം വരുന്നു. ഒരു വിഭാഗം ലഹരിക്ക് അടിമയാണ്, അത് മറ്റു തരത്തിലുള്ള സ്വഭാവ മോശം പെരുമാറ്റത്തിലേക്ക് പോലും നയിക്കുന്നു എന്നൊക്കെ വ്യക്തമാക്കുകയാണ്. എത്രത്തോളം ഗൗരവമായിട്ട് കൂടി സിനിമാ മേഖല കാണേണ്ട ഒരു സാഹചര്യമാണിത്? ഇത് ഒരു ലഹരി വസ്തു എന്ന് പറയുന്നത് മദ്യവും മയക്കുമരുന്നും എല്ലാം കൂടി ചേരുന്നതാണ്. പലപ്പോഴും നമ്മൾ ഇത് കാലാകാലങ്ങളായിട്ട് ഇത് പലരും അനുഭവിക്കുന്നതായിട്ട് സ്റ്റുഡിയോയിലെ ഈ സ്വകാര്യ സംഭാഷണത്തിൽ പല ആർട്ടിസ്റ്റുകളും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. നോക്കൂ, ഈ പെൺകുട്ടി ഇത് അനുഭവിച്ചത് പുറത്ത് പറയുന്നത് വരെ ഇത് എത്തിക്കുക എന്ന് പറയുന്നതിന്റെ ഉത്തരവാദികൾ ആരാണ് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നിർമ്മാതാക്കളും സംവിധായകരുമാണ്. ആ പെൺകുട്ടി അന്ന് ഷൂട്ടിംഗ് സമയത്ത് അവരുടെ ബുദ്ധിമുട്ട് അവർ പറഞ്ഞിട്ട് പോലും അതിനെ ഗൗരവമായിട്ട് ആരും എടുത്തില്ല. ഇന്നൊരു പരാതി കിട്ടിയിട്ടാണ് അവർ പറയുന്നത് ഞങ്ങൾ നടപടി എടുക്കാം. ഞാൻ ചോദിക്കട്ടെ, ഇവരുടെ കാശ് കൊടുത്തിട്ടാണ് ഇവര് അങ്ങനെ ഒരു ആർട്ടിസ്റ്റിനെ സെറ്റിലേക്ക് വിളിക്കുന്നത് അല്ലെങ്കിൽ കാസ്റ്റ് ചെയ്യുന്നത്? ഇത് ഒരാൾ മാത്രമല്ല, പലരും. അതെ, ഇത് മദ്യപാനത്തിന്റെ, ഇത് മയക്കുമരുന്നിന്റെ മാത്രം പ്രശ്നമല്ല. മദ്യപാനം അതിന്റെ അസഹനീയമായ ഒരു ബുദ്ധിമുട്ട്, അത് ഉപയോഗിക്കാത്തവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈ മൂക്കറ്റം കുടിച്ചിട്ട് നേരം എടുത്തിട്ട് അതേ സ്മെല്ലോട് കൂടെ കാറിൽ ഒരുമിച്ച് യാത്ര ചെയ്യേണ്ടി വരിക, ഷൂട്ടിംഗ് സ്ഥലങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടി വരിക എന്ന് കുട്ടിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ അത് ഉപയോഗിക്കാത്ത ആളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത് ഇങ്ങനെ ഒരു പരാതി കിട്ടുന്നത് വരെ നിർമ്മാതാക്കൾ വെയിറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. ഇവർ എത്രയോ തവണ ഇവർ പറയുന്നുണ്ട് സെറ്റുകളിൽ ഇത് നടക്കുന്നുണ്ട്. പക്ഷെ വീണ്ടും അവരെ കാസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ എവിടെയാണ് ഇതിനൊരു സൊല്യൂഷൻ കാണാൻ പറ്റുന്നത്? ഇപ്പൊ അവർ പരാതി കൊടുത്തു, ഓക്കെ, ഈ പരാതിയിൽ ശക്തമായ നടപടി ഉണ്ടാകുമോ? അതിനി കണ്ടറിയണം. നമുക്കറിയാം ഇനി എന്താണ് സംഭവിക്കുന്നത്. ഇതിനകത്ത് ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഇതിപ്പോ പരാതി ഇപ്പോഴല്ല വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ സിനിമാ മേഖലയിലുള്ളവർക്ക് അറിയാം. ഈ പരാതി പുറത്ത് പ്രകടിപ്പിച്ചത് കൊണ്ടാണ് ബിൻസിക്ക് സിനിമ കിട്ടാതെ ആയത് എന്ന് ശ്രുതി അരവിന്ദൊക്കെ ഒരു വെളിപ്പെടുത്തലൊക്കെ നടത്തിയിരുന്നു. അതായത് ഇതൊക്കെ സിനിമയ്ക്കകത്ത് അറിയുന്ന കാര്യമാണ്, പുറത്തുള്ളവർ ഇപ്പോഴാണ് അറിഞ്ഞതെന്ന്. ഇത് അറിയാത്ത കാര്യങ്ങളൊന്നുമല്ല. അപ്പോഴും താങ്കൾ ഈ പറഞ്ഞതുപോലെ ഈ പ്രതിപട്ടികയിൽ നിൽക്കുന്നവർക്കൊക്കെ സൂപ്പർ താരങ്ങളുടെ സിനിമകളിൽ പോലും ചാൻസ് ഉണ്ട്. അതെ, തീർച്ചയായിട്ടും. ഈ സിനിമയെ നശിപ്പിക്കുന്ന ഇത്തരം പ്രവണതകൾ ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കുന്നവരും കുറ്റക്കാരല്ലേ? ഈ പറയുന്ന സൂപ്പർ സ്റ്റാറുകളുടെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഇവർ പറയുന്ന എന്ത് കോപ്രായങ്ങൾക്ക്, ഇവർ കാണിക്കുന്ന എന്ത് കോപ്രായങ്ങൾക്കും എല്ലാം അവർ വഴിവിട്ട് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്? സ്വന്തം കയ്യിലെ കാശ് കൊടുത്തിട്ട് ഇവർക്ക് ഞാൻ ചോദിക്കട്ടെ, എന്നാണ് താരങ്ങളാണ് ഒരു സിനിമയുടെ വിജയം എന്നൊരു ഒരു ചിന്ത വന്നോ? അവിടെയാണ് സിനിമയുടെ നാശം തുടങ്ങിയത്. ഒരു കഥ, അത് സംവിധാനം, ഇതെല്ലാമല്ലേ ഇതിന്റെ ഒരു പ്രധാനം. അങ്ങനെയല്ലേ സിനിമ കാലാകാലങ്ങളായി ഇവിടെ വന്നുകൊണ്ടിരുന്നത്. പെട്ടെന്ന് 2000 ഉണ്ടായതല്ലല്ലോ സിനിമ 1928 തുടങ്ങിയതല്ലേ. അന്ന് മുതൽ ഉണ്ടായിരുന്ന ഒരു സിനിമയും ഇന്ന് സിനിമയല്ല ഞാൻ പറയുന്ന. ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഇപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട വാർത്ത, അമ്മ ഷൈൻ ടോം ചാക്കോയെ പുറത്താക്കാനുള്ള തീരുമാനം ഉടൻ എടുക്കുമെന്നുള്ളതാണ്. ഷൈൻ ടോം ചാക്കോയെ പുറത്താക്കാനുള്ള തീരുമാനം എടുക്കും അമ്മ എന്നുള്ളൊരു തീരുമാനം ഇന്നലെ തന്നെ അമ്മയുടെ ഭാരവാഹികൾ പറഞ്ഞിരുന്നു. പേര് പരാതി നൽകിയാൽ അതാരാണെന്ന് അറിഞ്ഞാൽ നടപടിയിലേക്ക് കടക്കുമെന്നുള്ളത്. ശ്രീമതി ഭാഗ്യലക്ഷ്മി, അമ്മയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഷാർപ്പ് തീരുമാനങ്ങളൊക്കെ പണ്ടേ എടുക്കേണ്ടതായിരുന്നു. അതിപ്പോഴെങ്കിലും എടുത്തല്ലോ എന്നാണ് പറയാൻ തോന്നുന്നത്. ആ തരത്തിലാണോ കാണേണ്ടത്? ഇല്ല, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. പുറത്താക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. സഹകരിക്കില്ല. ഇപ്പൊ ബിൻസി പറഞ്ഞത് എന്താണ്? ഇത്തരം ആളുകളോടൊപ്പം ഞാൻ സഹകരിക്കില്ല. ആ തീരുമാനം എല്ലാവരും എടുക്കണം. അമ്മ അത് ഒരു അജണ്ടയായി തന്നെ അംഗങ്ങളോട് പറയണം. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരോടൊപ്പം ഞങ്ങൾ സഹകരിക്കില്ല എന്ന് ആൺ പെൺ വ്യത്യാസമില്ലാതെ പ്രഖ്യാപിക്കണം. അല്ലാതെ പുറത്താക്കിയാൽ ഞങ്ങളവനെ പുറത്താക്കിയല്ലോ, കാര്യം കഴിഞ്ഞു, അതുകൊണ്ട് കാര്യമായില്ല. നോക്കൂ, സിനിമയിൽ എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. ഈ സിനിമ എങ്ങനെ മുമ്പോട്ട് പോകണം, എന്താണ് ഇതിനൊരു മാറ്റം വരാൻ നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടത്, അത് ഓരോരുത്തരും എടുക്കേണ്ട തീരുമാനമാണ്. ഓരോ സംഘടനകളും അതിനെ ആഹ്വാനം ചെയ്യേണ്ട ഒരു കാര്യമല്ലേ?
പുറത്താക്കിയത് കൊണ്ടൊന്നും ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പറഞ്ഞത് വളരെ ക്ലിയർ ആണ്. കാരണം വലിയ താരങ്ങൾ സിനിമയിൽ അഭിനയിക്കുകയും പിന്നെ അമ്മയിൽ മാത്രം പങ്കെടുക്കാതിരിക്കുകയും ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. അപ്പോഴും ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഇപ്പോഴും ഈ കേസുകളൊക്കെ വരുമ്പോൾ 1-2 പേരുകളാണ് എപ്പോഴും പുറത്തു വരുന്നത്. അതിലൊരു പേരാണ് ഷൈൻ ടോം ചാക്കോ. പക്ഷേ വലിയ തരത്തിലുള്ള ലഹരി വേരുകളുണ്ട് മലയാള സിനിമയിൽ എന്ന് പറയുമ്പോഴും ഒരു ഷൈൻ ടോം ചാക്കോ അല്ലെങ്കിൽ ഒരു ശ്രീനാഥ് ഭാസി ഇതിനപ്പുറത്തേക്കുള്ള പേരുകളൊന്നും പുറത്തേക്ക് കേൾക്കുന്നില്ല. ഇത്രയേ ഉള്ളോ സിനിമയിലെ ലഹരി വേരുകൾ? ഇത്രയേ ഉള്ളൂ? അതോ ഈ ഷൈൻ ടോം ഒക്കെ പുറത്തു നിൽക്കുമ്പോൾ വലിയ സ്രാവുകളൊക്കെ രക്ഷപ്പെടുകയാണോ? ഇത് ആരെങ്കിലും പുറത്തു വന്ന് നമ്മുടെ വിൻസിയെ പോലെ ധൈര്യമായിട്ട് പറഞ്ഞാലല്ലേ ഇതൊരു ചർച്ചയാക്കാനോ അല്ലെങ്കിൽ ഒരു ഇതിലേക്കോ തീരുമാനത്തിലേക്കോ എത്തിക്കാൻ പറ്റുള്ളൂ. ആരും എതിർപ്പ് പ്രകടിപ്പിച്ചില്ലെങ്കിൽ ഇതെങ്ങനെയാണ് പുറത്തേക്ക് വരുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഒരു നടി എന്നോട് ഓപ്പണായിട്ട് പറഞ്ഞതാണ്, ആ നടനോടൊപ്പം അഭിനയിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അയാൾ ഉണ്ടാക്കി. അത് അവര് സ്വകാര്യ സംഭാഷണത്തിലാണ് പറയുന്നത്, ഓപ്പണായിട്ട് പറയുന്നില്ല. അത് ഓപ്പണായിട്ട് പറയുമ്പോഴാണ് അതൊരു വിഷയമാകുന്നതും അതിനെതിരെ ശക്തമായ ഒരു നടപടിയിലേക്ക് പോകാൻ സാധിക്കുന്നതും. ഇതെല്ലാം ഉള്ളിൽ ഇങ്ങനെ എനിക്ക് എന്റെ അവസരങ്ങൾ നഷ്ടപ്പെടുമോ, എന്റെ നിലനിൽപ്പിനെ ഇത് ബാധിക്കുമോ? അവിടെയാണ് നമ്മൾ വിൻസി എന്ന് പറയുന്ന എത്ര ചെറുപ്രായമുള്ള ഒരു കുട്ടിയാണ്, അധികം സിനിമകളിലൊന്നും അഭിനയിച്ച ഒരു കുട്ടിയല്ല. എന്നിട്ടും ആ കുട്ടിക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ആത്മവിശ്വാസമാണ്. അവർ വലിയ നടിയാണെന്നുള്ള തോന്നൽ കൊണ്ട്. തീർച്ചയായിട്ടും വളരെ വളരെ കൃത്യമാണ് ശ്രീമതി ഭാഗ്യലക്ഷ്മിയാണ് പ്രതികരിച്ചത്.